തേർഡ് പാർട്ടിയുടെ പേര് പറയൂ. അത് ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അത് പേര് പറയണം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശോഭ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഇത്തരം ഒരു വിഷയം കേട്ടിട്ടേ ഇല്ല എന്നാണോ? കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ഞാൻ പോത്തില്ലല്ലോ. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ടോക്സിസിറ്റി എന്തായാലും ഇത് പുറത്ത് വരുമ്പോ എനിക്ക് അത്രമാത്രം സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ PR വഴി വന്നിട്ടുള്ള ഡീഗ്രേഡിങ് എനിക്ക് തോന്നുന്നു സീസൺ 5 ഏറ്റവും കൂടുതൽ തന്നെ അകത്തും പുറത്തും. ഭയങ്കരം തന്നെ. ഡോക്ടർ റോബിൻ നമ്മുടെ സീസണിൽ വന്നിരുന്നു, ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചായിരുന്നു. അതെല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. സെയിം സംഭവം സംഭവിച്ചിട്ട് ഒരു വ്യക്തിനെ പുറത്താക്കിയിട്ട് മറ്റേ വ്യക്തി പുറത്തു പോയിട്ടില്ല. അഖിൽമാരാർ പുറത്തു പോയിട്ടില്ല. അതിനൊന്നും ഇല്ലേ? ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മനസ്സിലായില്ലേ? കപ്പ് ഞാൻ തന്നെ കൊണ്ടു. അപ്പൊ അവിടേക്ക് ആർക്കുള്ള സപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എനിക്ക് അത്രത്തോളം വിഷമമുണ്ടായിരുന്നു. ഐ ഫെൽ ദാറ്റ് അത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു എന്റെ അടുത്ത് അൺഫെയർ ആയിരുന്നു ചാനൽ കാണിച്ചതെന്ന് എനിക്ക് തോന്നി. രാമൻകുട്ടി തളരരുത്, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. കുറച്ചു മുമ്പേ ശോഭ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ശോഭ പറയുന്നത് അഖിൽമാരാറിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്, ശോഭയാണ് മാനസികമായിട്ട് അവർ തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എന്റെ സീസണിൽ ഞാനാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാനത് വളരെ സിമ്പിളായിട്ട് എടുക്കുള്ളായിരുന്നു. വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം, എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ തീരുമാനം. വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം, എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ തീരുമാനം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി